ഹായ് ഗായ്സ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് ബ്ലാസ്റ്റ്. പേര് പോലെ തന്നെ സിനിമ അടിപൊളി പടം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. സുഭാഷ് കെ രാജ് ഡയറക്ട് ചെയ്ത, അർജുൻ സർ, പ്രീതി മുകുന്ദൻ, അഭിരാമി മാം, വിവേക് പ്രസന്ന, അർജുൻ ചിദംബരം, ജോൺ കൊക്കൻ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയാണ് ബ്ലാസ്റ്റ്. ഒരു ആക്ഷൻ എന്റർടൈനർ എന്ന് നമുക്ക് പേര് തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ. ഒരു പക്ക കമേഴ്ഷ്യൽ ദൃശ്യത്തിന് നമുക്കൊരു കമേഴ്ഷ്യൽ ആംഗിളൊക്കെ കൊടുത്ത് കുറച്ചൊന്ന് ഒരു 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 മാസ്സായിട്ടൊക്കെ ഒരു മാസ് ടെംപ്ലേറ്റ് ഒക്കെ കൊടുത്ത് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതേപോലൊരു സിനിമ. കാരണം ഇതിൻ്റെ പ്രിമൈസ് എന്ന് പറയുന്നത് അർജുൻ സർ, പ്രീതി മുകുന്ദൻ, അഭിരാമി മാം ഇവരടങ്ങുന്ന ഫാമിലിക്ക് ഒരു ത്രെറ്റ് വരുന്നു. അതവരെങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു, അതവരെങ്ങനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു ഗ്യാങ്സ്റ്റർ, ഭയങ്കര റെപ്യൂട്ടഡ് അല്ലെങ്കിൽ ഭയങ്കര ഫേമസ് അല്ലെങ്കിൽ ഒരു ഇൻഫേമസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതേപോലത്തെ ഒരു റൂട്ട്ലെസ് ക്രിമിനൽ, അതേപോലെ ഒരു ഭയങ്കര MNC കോർപ്പറേഷൻ. ഇവരൊക്കെയാണ് ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പോൾ അവരെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു, അവരുടെ ആ ഒരു ത്രെറ്റ് എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ് സിനിമ. അതെനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ട. ഇതാണ് പ്രൊമൈസ്. അപ്പോൾ നമ്മൾ പ്രൊമൈസ് കേൾക്കുമ്പോൾ ഇതേപോലുള്ള പ്രൊമൈസ് നമ്മൾ ഒരുപാട് സിനിമയിൽ പല രീതിയിൽ, ഹൊററായിട്ടും കോമഡി ആയിട്ടും അതേപോലെ ഡാർക്ക് ഹ്യൂമർ, ഭയങ്കര ഒരു ക്രൈം ഡ്രാമ, അങ്ങനെ പല ജോണർ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. സോ പ്രൊമൈസ്. പക്ഷെ ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഈ ഒരു ത്രെറ്റ് ഇവർക്ക് വന്ന് കണക്ട് ആവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇവരെങ്ങനെ പെട്ടുപോകുന്നു എന്നൊക്കെയുള്ള പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ക്യാരക്ടറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. ഇപ്പം അർജുൻ സാറ്, അതേപോലെ പ്രീതി മുകുന്ദന്റെ ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ട്. പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ലൈക്ക് ചൈൽഡ് വെർഷൻ ചെയ്തിരിക്കുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. പുള്ളിക്കാരി ആ കുഞ്ഞും കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സാധനമാണെങ്കിലും കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. ഇപ്പോൾ പ്രീതി മുകുന്ദൻ്റെ ആ ചൈൽഡ് ക്യാരക്ടർ, ആ കുഞ്ഞിനാണ് ആക്ച്വലി ആ ക്യാരക്ടർ ആർക്കുള്ളത്. അവരുടെ തെറ്റല്ലെങ്കിലും അവർക്കത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിലൂടെ എനിക്ക് സെൽഫ് ഡിഫെൻസ് പഠിക്കണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയും ആ കുഞ്ഞ് അത് പഠിച്ച് ഡിഫെൻഡ് ചെയ്യുകയും ആ കുഞ്ഞ് തൻ്റെ അച്ഛൻ ചെയ്യുന്നത് കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ, അന്നേരം അതിലൂടെ ആ അച്ഛനോട് ചോദിക്കുന്നൊരു ചോദ്യം, ആ അച്ഛൻ അതിന് കൊടുക്കുന്ന ഒരു മറുപടിയും, അതാണ് പിന്നെ നമ്മൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ജസ്റ്റിഫിക്കേഷൻ പോലെ വരുന്നത്. കാരണം ഇവർ ഓൾറെഡി പറഞ്ഞു വെക്കുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഇതുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർക്കൊരു പേഴ്സണൽ റീസണും ഉണ്ട് അവർ. അപ്പം നമ്മുടെ പ്രീതി മുകുന്ദൻ ചൈൽഡ് വേർഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷോട്ട് കാണിക്കുന്നത് തന്നെ ഒരു ആക്ഷനിലോട്ടുള്ള ലീഡാണ്, ഒരു ആക്ഷൻ പീസിലോട്ടുള്ള ലീഡാണ്. പ്രീതി മുകുന്ദനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയുടെ കണ്ട 1-2 സിനിമയിൽ ഒന്നാണ് മേനെ പ്യാർ കിയ. പുള്ളിക്കാരി 2-3 സിനിമ മാത്രം ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഒരു അറിവ്. മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. പിന്നെ പുള്ളിക്കാരി ഒരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ മേനെ പ്യാർ കിയ ഞാൻ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പലവട്ടം വിചാരിച്ചത് ഭയങ്കര ഒരു എക്സ്പ്രഷൻ ഒന്നും വരാത്തൊരു പ്ലെയിൻ ഫേസ്, അല്ലെങ്കിൽ അങ്ങനെ തോന്നി, അല്ലെങ്കിൽ അങ്ങനെ പ്രിജുഡൈസ് ആയിട്ട് ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നത്. കാരണം ട്രെയിലറൊക്കെ കണ്ടു. പക്ഷെ എന്നാലും ഓക്കെ ഇങ്ങനെയായിരുന്നു. പക്ഷെ പുള്ളിക്കാരി അല്ലെങ്കിൽ ആ ഡയറക്ടറോ അല്ലെങ്കിൽ ആരാണോ വെച്ചാലും ഇറ്റ്സ് ബ്രില്യൻറ്റ്. ബിക്കോസ് പുള്ളിക്കാരിയുടെ ഫേസിൽ അല്ലെങ്കിൽ തന്നെ ഒരു കോൾനെസ്, ഒരു ബോൾഡ് ആ ഒരു സാധനം ഉണ്ട്. അത് അവർ നല്ലോണം ഈ ക്യാരക്ടറിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. ക്യാരക്ടർ സൂട്ട് ആവുന്നുണ്ട്. പുള്ളിക്കാരി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ആക്ഷനൊക്കെ ചെയ്തിരിക്കുന്നത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടാണ് പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത്. ഈസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അഭിരാമി മാമിൻ്റെ ഒരു സ്വാഗും ഒരു ഓറയും, അതേപോലെ എനിക്കൊന്ന് മൊത്തത്തിൽ 9 ആക്ഷൻ സീക്വൻസ് സംതിങ് ഉണ്ട്, 9-10 ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ചെറുതും വലുതുമായിട്ട്. അതെല്ലാം കിഡിലായിട്ട് വന്നിട്ടുണ്ട്. അഭിരാമി മാമിൻ്റെ 2-3 ആക്ഷൻ പീസ് കിഡിലമാണ്.
അതേപോലെ അർജുൻ സാർ പിന്നെ ആക്ഷൻ കിങ്, പുള്ളിക്കാരൻ ഗഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇതാണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു ആവേശം തോന്നിയത് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഈ ഒരു ആക്ഷൻ സീൻ ഇമോഷണൽ ആവാൻ പോവാണ്, അല്ലെങ്കിൽ ഓ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നമുക്കൊരു ഒരു ഒരു ദുഃഖം വരുന്ന സമയത്ത് ഇവർ ആ ഒരു സീനെ ട്രാൻസിഷൻ ചെയ്യുന്ന നമ്മളെ കാണിക്കുക. അത് നമുക്ക് സമയം തരത്തില്ല. നമ്മൾ ഒന്നാവുമ്പോഴത്തേക്ക് ആ ഒരു ക്യാരക്ടർ എൻ്റർ ആവുകയും ആ ഒരു ആക്ഷൻ പീസൊക്കെ ഭയങ്കര ഭയങ്കര മാസ്സായി വരികയും ചെയ്യുന്നതാണ് സിനിമ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഫസ്റ്റ് ഹാഫാണ് കുറച്ചുകൂടി കിഡിലായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫും കിഡിലും തന്നെയാണ്. പക്ഷെ രണ്ടിലും എനിക്ക് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ഇസ് ഓൾസോ ഗുഡ്. ഓൺ ആൻഡ് ഓവറോൾ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏറ്റവും എടുത്ത് പറയണ്ട, ഇതിനകത്ത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു രവി ബസൂറാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സ്കോറിങ് BGM എൻ്റെ അമ്മ പൊളിയായിട്ട് മച്ചാൻ ചെയ്തിട്ടുണ്ട്. പുള്ളിയെ എപ്പോഴും എല്ലാവരും കുറ്റം പറയുന്ന അല്ലെങ്കിൽ എല്ലാവരും മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, പുള്ളി ഏത് മ്യൂസിക് ചെയ്താലും അതല്ല KGF-ന്റെ ഒരു മയം വന്നിട്ട് പോകുന്നു. പക്ഷെ ഇതിനകത്ത് സ്കോറിങ് ആണെങ്കിലും ഇപ്പോൾ വില്ലൻ്റെ സ്കോറിങ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇതിനകത്ത് അബ്രഹാം എന്ന് പറഞ്ഞാൽ അർജുൻ ചിദംബരം അവതരിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ പുള്ളിക്കൊരു ഓറയുണ്ട്. ഇത് നായകനെ പറയുന്നതിന് കൂടെ തന്നെ ഇതിൽ വില്ലൻ സംഘമുണ്ട്. വില്ലൻ സംഘം കിഡിലുമാണ്. അതിലിപ്പം അർജുൻ ചിദംബരം എന്ന് പറഞ്ഞ ക്യാരക്ടർ, അബ്രഹാം എന്ന് പറഞ്ഞ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്ന പുള്ളിയാണെങ്കിലും, അല്ലെങ്കിൽ ജോൺ കൊക്കൻ പുള്ളിയാണ് വരുൺ എന്ന് പറയുന്ന മെയിൻ വില്ലൻ അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടറാണെങ്കിലും, അപ്പം ഇവരെല്ലാം നല്ല പൊളിയായിട്ട് നല്ല കിഡിലുമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ അതുകൊണ്ടാണ് ആക്ച്വലി മൊത്തത്തിൽ നമുക്ക് അവരുടെ ഒരു ഡെപ്തും അവരുടെ ഒരു ഇൻറ്റൻസിറ്റിയും നമുക്കറിയാം. അപ്പം അവരെ ഇടിച്ചു വീഴ്ത്തുമ്പോൾ നമുക്ക് ആ ഒരു ആവേശം കിട്ടും. നമ്മൾ പറയാറില്ല, വില്ലൻ എത്രത്തോളം ശക്തനാവുന്നോ ഹീറോ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് കിട്ടും. രണ്ടാമത് ആക്ഷൻ സീക്വൻസിൻ്റെ ഇമ്പാക്റ്റ്. ഇപ്പം ഒരു സിനിമയിൽ 10-15 ആക്ഷൻ സീക്വൻസ് വെറുതെ നമ്മൾ കണ്ടു പോകുമ്പോൾ നമുക്കൊരു ഇമ്പാക്റ്റ് വന്നില്ല. ഓക്കെ, ആ ആക്ഷൻ ഓക്കെ, പക്ഷെ ആ ആക്ഷൻ പീസിൽ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സീക്വൻസിൽ ഇമോഷനും കൂടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു അടി എന്ന് പറയുന്ന ഒരു കിൻഡൽ അടിയായിട്ട് നമുക്ക് തോന്നും. സോ അതുകൊണ്ട് തന്നെയാണ് RDX എന്ന് പറയുന്ന സിനിമയിൽ എന്താ പറയുന്നത്, പെപ്പെ ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ നിന്ന് മാല വലിച്ചുകൊണ്ട് പോയവന് ഒറ്റ ഇടി കൊടുക്കത്തുള്ളൂ. പക്ഷെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യടി വീണ വൺ ഓഫ് ദ സീനായിരുന്നു അത്. ആദ്യത്തേത് പുള്ളിയെ ഫാമിലിയിൽ അടിക്കാൻ കയറുമ്പോഴത്തേക്ക് പുള്ളി എല്ലാവരും കൂടി അടിച്ച് താഴെ ഇടുമ്പോൾ പുള്ളി എണീറ്റൊന്ന് ഒറ്റ പഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു സീനിൻ്റെ ആ ഒരു ഫോമേ മാറും. നമുക്ക് ഭയങ്കരമായിട്ട് ആവേശം വരും. അതേപോലെ തന്നെ ഷെയ്ൻ നിഗത്തിനെ അടിച്ച് ഇടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇവർ വന്ന് പിടിച്ച് അവിടെ ഉണ്ടാകുന്ന ആക്ഷൻ. സോ ആക്ഷൻ സീക്വൻസസിലൊരു ഇമോഷൻ ഉണ്ടായിരിക്കണം. ആ ഇമോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ആക്ഷൻ നമുക്കൊരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യത്തുള്ളൂ. സോ ഈ ഒരു ആക്ഷൻ സീക്വൻസസും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇതിനകത്ത് 9 ആക്ഷൻ സീക്വൻസ് ഉണ്ടെങ്കിൽ ആ 9 എണ്ണത്തിനും ഓരോരോ ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷന് നമുക്ക് കണക്റ്റ് ആവും, നമുക്ക് റിലേറ്റ് ആവും, നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാവും, അതിൻ്റെ ഒരു ഭയങ്കര ഡെപ്ത് മനസ്സിലാവും, അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. ആൻഡ് മൊത്തത്തിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് അർജുൻ സാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രീതി മോഹൻ്റെ കുഞ്ഞു ക്യാരക്ടറിനോട്, അല്ലെങ്കിൽ ആ ഒരു സാധനം കേട്ടാണ് പുള്ളിക്കാരി വളരുന്നത്. അച്ഛനമ്മ, അതാരാണെങ്കിലും അച്ഛനമ്മ ജ്യേഷ്ഠൻ ആരാണെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോഴോ ചിലപ്പം ഈ അച്ഛനോ അമ്മയോ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല. സിനിമയല്ല ജീവിതം, അല്ലെങ്കിൽ സിനിമ പോലല്ല ഫിക്ഷനല്ല ജീവിതം. സോ നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റണം, നിങ്ങൾക്ക് സ്വയം ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റണം. അതാണ് വേണ്ടത് എന്ന് പുള്ളിക്കാരിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം. കാരണം അതാണ് ഇപ്പം സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ നായികയെ രക്ഷിക്കാൻ നായകൻ വരുന്നു, അതിൻ്റെ ഒന്നും കാര്യമില്ല. നായികയെ രക്ഷിക്കാൻ നായിക തന്നെ ആ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഇറ്റ് ചേഞ്ചസ് ദ ഹോൾ ഓറ. സോ നായികയെ രക്ഷിക്കാൻ നായകൻ വേണ്ട, നായിക മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എൻ്റെ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ദാറ്റ്സ് ടോട്ടലി ഐ റെസ്പെക്ട്. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഈ സിനിമ നിങ്ങളുടെ അടുത്ത തിയേറ്ററിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരോട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ്. എല്ലാ സിനിമയും തിയേറ്റർ വാച്ച് ഡിസേർവ് ചെയ്യുന്ന സിനിമകളാണ്. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ